വന്നോ? എന്തായി? എന്തുവായി? എന്റെ വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാറില്ല ചേച്ചി. നീ എല്ലാരും തപ്പിയാ? എല്ലായിടത്തും തപ്പി, ഒരു പൈസ പോലും കിട്ടിയില്ല. ഇവിടെ എന്റെ ഇവിടെ ഇല്ലടി. ഞാൻ അരിക്കലത്തില് സ്നാക്സ് ഇട്ട് വെച്ച പെട്ടിയിലൊക്കെ തപ്പിയായിരുന്നു. അതിനിടയിലൊക്കെ തപ്പിയാ? അത് ചുമ്മാ തപ്പിയത്. ഇപ്പൊ നമുക്കോടെ ഒരു വഴി നോക്കണം. ചേച്ചി, ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. എന്താ? ബാ, ഞാൻ പറയാം. അതെ, ഞാൻ അതുവഴി പോവാ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. നീ വരുന്നില്ലേ ഇപ്പോ? ഇല്ല, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ചേച്ചി. ബാ പെട്ടെന്ന്. ഞാൻ പറയാം, ബാ. എടി കാർത്തു, നമ്മൾ എന്തായാലും അവിടെ വരെ പോയത് നന്നായിടാ. നിനക്കെന്നാലും എങ്ങനെ അറിയാം അതൊക്കെ? പൊളിച്ച്. ഇതാരും കാണാതെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെക്കണം. ശരി ശരി ശരി. നീ വരൂ? ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് തിരക്കില്ലാത്തോണ്ട് പെട്ടെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റി. പെട്ടെന്ന് എത്ര സമയം എടുത്തത്? എന്തോ വഴിപാടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട്. ഇത്ര നേരം നിങ്ങൾ എവിടെ പോയിരുന്ന? എടി, അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിഞ്ഞല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ സമയം എടുക്കും. കഴിഞ്ഞാ മാമൻ വിളിച്ചാ? ഓ, വിളിച്ചിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞു. പിന്നെ ചിന്നി വിളിച്ചിരുന്നു. അവള് രാമന്റെ കൂടെ വരുന്നുണ്ട്, ഇപ്പൊ എത്തുന്നു പറഞ്ഞു. എത്താറായെന്ന് പറഞ്ഞു. അതല്ലേ? മക്കളെ എല്ലാം സെറ്റ് ചെയ്ത അവിടെ? ഞാൻ ഉള്ളോണ്ട് എല്ലാം സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ എന്ത് പറ്റി? പിങ്കി നിങ്ങൾ പോയപ്പോ തന്നെ ആ കാത്തൂന്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോയി. ബെസ്റ്റ്. എന്തോ വലിച്ചു കാരി തിന്നിട്ട് ഇതാ ഇപ്പൊ ഇവിടെ അകത്ത് വന്ന് ഇരിപ്പുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ വന്നേ ഉള്ളൂ. വഴക്കൊന്നും കൂടിയില്ലല്ലോ? കൂടെ അവളില്ലല്ലോ. എന്നാ നീ ഒപ്പിച്ചല്ലോ കാര്യങ്ങളൊക്കെ ഒരു ഇതാക്കിയ? ഞാൻ ഒരു ചെറിയ രീതിയിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആണല്ലോ. എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് വല്ല ബാക്കി ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങ് ഫ്രീ ചെയ്യാം. അതെ, സർപ്രൈസ് ആയതുകൊണ്ട് വണ്ടി വന്നു. അതാ ഞാൻ നോക്കി ഒരു സൗണ്ട് കേട്ടു. നിങ്ങൾ ഒരുമിച്ച് എത്തിയാ? ഞാനേ ബസ്സിൽ വരാന്ന് പറഞ്ഞാണേ. അപ്പൊ രാമേട്ടൻ പറഞ്ഞ് ഒരുമിച്ച് വരാം. അല്ലേ ഞാൻ പറഞ്ഞത്? അത് നല്ല കാര്യല്ലേ. ഇനി ജീവിതം മൊത്തം ഒരുമിച്ച് പോകേണ്ടവരല്ലേ. പിന്നെ കണ്ട അങ്ങനെ പറഞ്ഞോടാ അണ്ണ അങ്ങോട്ട്. എന്ത് പറ്റിയണ്ണ? അണ്ണ പണ്ടാണ് ഇങ്ങനെ അല്ലായിരുന്നല്ലേ? ഇവിടെ എന്തെല്ലാം കൊലകാലം ഉണ്ടാക്കി നീ പേരിൽ. പണ്ട് നിന്റെ കയ്യിരിപ്പ് അങ്ങനെ. പിന്നെ പണ്ടത്തെ കാര്യമൊന്നും ഇവിടെ ഇപ്പൊ പറയണ്ട. നീ ഇറങ്ങ്. അതെ, അതൊക്കെ വിട്. കേക്ക് മേടിച്ചാ? അയ്യോ, നീ മേടിച്ചാ? ഞാനും വാങ്ങിച്ചു. എന്നാ പിന്നെ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്ന? ചോദിച്ചിട്ട് വാങ്ങിച്ചാ മതിയായിരുന്നു. പ്രശ്നം ഇപ്പൊ 2 കേക്കായില്ലടാ? 2 കേക്ക് അല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്ത് കല്ലി 2 കേക്ക് കട്ട് ചെയ്യണം. രണ്ടേക്ക് ഒരുമിച്ച് അങ്ങ് നമ്മൾ കട്ട് ചെയ്യുന്നു. മണിക്കൂട്ടാണ് സന്തോഷമായിക്കോട്ടെ. അത് തന്നെ, ഒട്ടും കുറയ്ക്കണ്ട. അതാണ്. എന്ത്? ആരമ്മ? ഇവളുടെ അമ്മ. ഹലോ, എന്തോന്നമ്മ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അവരത് പോയിട്ട് വരാൻ പറ. ഒരു സ്ഥലത്തും പോകാൻ സമ്മതിക്കൂല. കേക്ക് 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 ഒടിഞ്ഞു. ഞാൻ എന്താ വരുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാനോ? മറ്റേ റേഷൻ കാർഡിന്റെ കാര്യത്തിനും ആള് വന്ന് നിൽക്കും. പിന്നെ വരാ പറ. ഒരു കാര്യം, നീ പോണ്ട, ഞാൻ പോവാം. എന്റെ തമ്മനയിലെണ്ണം വെക്കുവോ? പോയിട്ട് വരാനാ? വേണ്ട, രാമ നീ പോയ ശരിയല്ല. പിന്നെ നീ വിടുന്നില്ലേ? ഞാൻ പോയി ഇവിടെ. നമ്മുടെ ഭാഗത്തുനിന്നേ ആരെങ്കിലും വേണ്ട ഇവിടെ? മണിക്കൂട്ടാണെന്ന് സങ്കടം വരും. ഞാൻ പോവാം. നിന്റെ കൂടെ ഞാൻ വരാം. ഒരു കാര്യം ചെയ്, ആരും പോണ്ട. മക്കളെ ഒന്ന് പോന്നീ. ഞാനോ? അപ്പം മാമിന്റെ കാര്യത്തിന് ഞാൻ വേണ്ടേ? കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാല്ലോ. എന്നാ നീ വാ. വേഗം പോയിട്ട് വരേ. ഞാൻ കൂടെ പോയത്. പിന്നെ അവള് പറഞ്ഞ കാര്യം ഉള്ളതാണ്. ഓക്കെ മമ്മി. എന്തോന്നു? ഒന്നല്ല, വാ വാ. വരാൻ കണ്ട സമയം. പെട്ടെന്ന് പറഞ്ഞേ. പിടിയില്ല നിന്റെ കേക്ക്. എല്ലാം കൂടെ പിടിക്കണ്ട. രവിയേട്ടെങ്കിൽ വന്നേ. ഉണ്ടപ്പങ്കി ഡെക്കറേറ്റ് ചെയ്തോടെ. 4 റിബണും 3 ബലൂണും. എന്ത് ഇതിന് കുഴപ്പം? ഇതന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തെന്നറിയോ? ഇതാണോ നീ കഷ്ടപ്പെട്ട് ചെയ്തത്? ഞാൻ എന്റെ ചേച്ചിയും കൂടെ. നീ നിന്റെ ചേച്ചി ഇത് 2 പേര് ചെയ്തത്. അവളിപ്പോഴും വേർപ്പിച്ചോണ്ടിരിക്കുന്നു. ഇത് ഇന്നങ്ങനെ കഴിയോ? ഇതെന്തോന്ന്? കേക്ക്. നമ്മൾ വാങ്ങിച്ച കേക്ക്. നിങ്ങള് കേക്ക് മേടിച്ച? ഞങ്ങൾ അറിഞ്ഞില്ല മക്കളെ. രാമൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളും വാങ്ങിച്ചു. സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഞാനും മേടിച്ചു കേക്ക്. നീ കേക്ക് മേടിച്ച? ഞാൻ മാമനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു മേടിച്ചത്. ബെസ്റ്റ്. എന്നാ പിന്നെ നീ പറയണ്ടായിരുന്ന? നിങ്ങൾ എല്ലാരും മറന്നുപോയെന്ന് വിചാരിച്ചു മാമന്റെ ബർത്ത്ഡേ. ഒരു വാക്ക് പറയാത്ത മാമന്റെ ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണുണ്ടെന്ന്.
അപ്പൊ ഞാൻ കേക്ക് മേടിക്കുവായിരുന്നു. അണ്ണന്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാരും മറന്നുപോയെന്ന് വിചാരിച്ചെന്ന്. അപ്പൊ നീ എന്ത് ഓർമ്മിപ്പിക്കാത്ത? നീ കേക്ക് വാങ്ങി ഇതൊന്നും അല്ല, അവൾ ഒറ്റയ്ക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്ത ആളാവാൻ നോക്കിയതാണ്. അങ്ങനെ തന്നെ. എന്നാലും നിങ്ങൾ കേക്ക് മേടിക്കണ്ടായിരുന്നു. അത് വല്ലാത്ത കഷ്ടമായിപ്പോ. അത് പോട്ട്, ഇപ്പൊ എന്തായാലും വാങ്ങിച്ചല്ലോ. നീ നീ പണങ്ങണ്ട. ഡെക്കറേറ്റ് ചെയ്യല്ലോ. ഫുൾ ക്രെഡിറ്റ് നിനക്കാണ്. ആമ ഇപ്പൊ വരുമെന്തോ. പിന്നെ സംസാരിച്ചോണ്ടിരിക്കാതെ മാമ വരുന്നുണ്ടോ നോക്കണം. നോക്കാം. പെട്ടെന്ന് ശരിയാക്കി പെട്ടെന്ന് ഒട്ടിക്കണേ. എന്തായാലും എന്റെ കേക്കാണ് വല്ലതും തോന്നുന്നത്. ഇതെടുത്ത് വെക്കാം. അയ്യോടാ, കട്ട് ചെയ്യല്ലോ. എന്റെ കേക്കേ മാമ മുറിക്കാവൂ കേട്ടോ. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മുറിച്ചാ പോരെ? അതൊന്നും പറ്റൂല. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച കേക്കാണ്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ബേക്കറി പോയി ബേക്ക് ചെയ്തെടുത്തു. ഞാൻ എന്റെ ചോര നീരാക്കി മേടിച്ച കേക്ക്. അപ്പൊ അതൊന്നും വേണ്ട, ചോര നീരൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട. എന്തോന്നു എന്റെ കേക്കിന് മുറിക്കണം. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് വേറെ ഒരു അപ്പീലില്ല. മിണ്ടാരി ഏത് കേക്ക് മുറിച്ചാലെന്ത്? ഏതെങ്കിലും കേക്ക് മുറിക്കാന്നല്ലേ. പിന്നെ തീരെ പിന്നെ ഒരു കാര്യം ചെയ്യ്, മാമ 3 മുറിച്ചോട്ട്. പക്ഷെ ആദ്യം എന്റേതേ മുറിക്കാവും. മക്കളെ എന്റെ ബർത്ത്ഡേക്ക് നീ കേക്ക് വാങ്ങിച്ചോ. ആദ്യം നിന്റെ കേക്ക് ഞാൻ മുറിക്കും. അയ്യടാ, ഏത് കേക്ക് മുറിച്ചാൽ എന്ത്? എന്തായാലും എന്റെ കേക്ക് മുറിക്കട്ടെ. നോക്ക്, വണ്ടി വരുന്നുണ്ട്. നീ ശബ്ദം ശബ്ദം ഒളിച്ചിരിക്കാനാ? ലൈറ്റ് ഓഫ് ചെയ്തല്ല. നല്ല ഐഡിയ. ലൈറ്റ് ഓഫ്. മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. ഓ അല്ലെ, ഇതെന്താ ലൈറ്റ് ഒന്നും കത്തിക്കാതെ വെച്ചേക്കുന്നത്? കറണ്ട് പോയോ? അതെ, അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ചുമ്മാ അല്ല, നിങ്ങള് നേരത്തെ എന്നെ മാറി മാറി വിളിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അണ്ണൻ എത്ര വയസ്സായി? രാമ, ഈ ബർത്ത്ഡേയുടെ അന്ന് പ്രായം ചോദിക്കാൻ പറയണ്ടേ? തന്നെ നാളെ മെസ്സേജ് അയച്ചാൽ ബാഗ് അങ്ങോട്ട് മാറ്റി പോയി. ഇതൊക്കെ കണ്ടോ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ്. സൂപ്പറായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അയ്യോ, ഞങ്ങള് കേക്കൊക്കെ വാങ്ങിച്ചു. കൊണ്ട് കേക്ക് മുറിക്കാം. കേക്ക് കട്ടിയപ്പെട്ടു. മോളെ കത്തിയൊക്കെ എന്തി? അയ്യോ, നീ എന്താ മൂടി കെട്ടിയിരിക്കുന്നത്? സംഭവം അറിയാമോണ്ണ, അവള് വേറൊരു കേക്ക് വാങ്ങിച്ചു അണ്ണന് സർപ്രൈസ് ആയിട്ട് തരേ. പക്ഷെ അത് ചീറ്റിപ്പോയി. നമ്മളെല്ലാരും കേക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് വിഷമിച്ചു. എടി മോളെ, ഇതിപ്പം മാമന്റെ ബർത്ത്ഡേ നിങ്ങളെല്ലാം ഓർത്തിരുന്നല്ലോ. അത് മാത്രമല്ല, നീ ചുരുക്കൂട്ടി വെച്ചേക്കുന്ന കാശ് ഉപയോഗിച്ചിട്ട് മാമനൊരു കേക്ക് വാങ്ങിച്ചു തരാനുള്ള മനസ്സ് ഇതിനൊക്കെ ഉണ്ടായല്ലോ. അത് മാത്രം ഹാപ്പി ബർത്ത്ഡേ മാമ. ഹാപ്പിയായി അവള്? അതെ, എന്റെ കാശൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മാമനൊരു ഗിഫ്റ്റ് മേടിക്കണം എന്നാ വിചാരിച്ചേ. പക്ഷെ അത് പറ്റില്ല. അപ്പൊ എനിക്ക് കേക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയണ്ടേ? എന്താ? ആദ്യം ഞാൻ ഹാപ്പി ആവണമെങ്കിലേ ആദ്യം എന്റെ കേക്ക് തന്നെ മുറിക്കണം. അതിനെന്താ? അതിവിടെ ഉണ്ട്, ഞാൻ മേടിക്കാം, എടുത്തോണ്ട് വരാം. അവളുടെ കേക്കിനെ മുറിച്ചേക്കില്ലെങ്കിൽ ഇനി പരാതിയും പരിഭവമൊക്കെ ഉണ്ടാവും. എടുത്ത് പുറത്തുപോയി. അന്നേരം എടുക്കമ്മ. പക്ഷെ അണ്ണൻ ഇഷ്ടം എന്റെ കേക്കായിരുന്നല്ലേ അണ്ണ? അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ പണിക്കൂടി തന്നെ ഞാനിപ്പോ 3 കേക്ക് ഞാൻ മുറിക്കാം. അതെ, അതും കൂടെ എടുക്കും. എല്ലാം നമുക്ക് നേരത്തെ വെച്ച് മുറിക്കാം. പിന്നെ എന്റെ കേക്ക് ആദ്യം. ഇതല്ലേ എന്റെ കേക്ക്? അല്ല അല്ല, നമ്മുടെ റിങ്കിയും ചിന്നു എന്തി? ചിന്നു ഉണ്ടായിരുന്ന ചിന്നു ഞാൻ കൂടെ കേക്ക് വാങ്ങിച്ചത്. ആണോ? അതെ, അപ്പച്ചിക്ക് പെട്ടെന്ന് വീട് വരെ പോകേണ്ട ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടായി. അപ്പൊ പെട്ടെന്ന് ഓട്ടോ കിട്ടാത്തോണ്ട് റിങ്കി അച്ഛന്റെ സ്കൂട്ടർ എടുത്ത് കൊണ്ടാക്കി. എന്നാ മുറിക്കട്ടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അണ്ണൻ, ഹാപ്പി ബർത്ത്ഡേ പിടിച്ചോ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. തോന്നാലോ? ഇതാ കഴിച്ചു. കഴിക്കട്ടെ.
അല്ലടി എന്നാലും എവളീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒക്കെ എടുത്തു വെച്ചിട്ടേ എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നല്ലോ. അതെ, നീ ഇതെങ്ങനെ ഒപ്പിച്ചടി? അത് ഞാൻ കടം പറഞ്ഞു. ആരോട്? കടം പറഞ്ഞ ആ അത് നമ്മള് മറ്റേ ജംഗ്ഷനിലുള്ള മറിയ ബേക്കറി ഇല്ലേ, അപ്പൊ അവിടെ പോയി അച്ഛന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ കേക്ക് കിട്ടും എന്ന് കാർത്തു പറഞ്ഞു. അപ്പൊ കാർത്തു അല്ലേ പറഞ്ഞത്, അത് ഞാൻ അങ്ങ് വിശ്വസിച്ചില്ല. പിന്നെ കൊച്ചു പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് അവളെയും കൂടെ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കേക്ക് മേടിക്കാനായിട്ട് പോയി. ഉള്ളത് തന്നെ അച്ഛന്റെ പേര് പറഞ്ഞ ഉടനെ കേക്ക് ഇങ്ങ് എടുത്തു ചോദിച്ചിട്ടെടുത്ത് നിന്നോ? നല്ല ബെസ്റ്റ്. പിന്നെ കേക്ക് മാത്രം ആക്കണ്ടല്ലോ, അവിടെ വരെ പോയി വെയിലത്ത് നടന്ന് ക്ഷീണിച്ചതല്ലേ. 2 ഷാർജ ഷേക്കും 6 പപ്സും പറഞ്ഞ് 6 അല്ല 2 പറഞ്ഞ് കഴിച്ച്. അപ്പൊ 8 പപ്സ്. അതെ, എത്ര രൂപയായി അവിടെ? മൊത്തം ഒരു 1200 രൂപയെ. അയ്യോ അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന് സമയം കിട്ടുമ്പം അതിലെ കൂടെ പോവാണെങ്കിൽ കൊടുത്താ മതി. കണ്ട മോളാരെ അണ്ണനൊരു കാര്യം അറിയാമോ? അണ്ണനെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചാണ് ഈ കൊച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തത്. പക്ഷെ ഞെട്ടി ആളാരാണെന്ന് അറിയാമോ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.